കായംകുളത്തെ CPM പ്രാദേശിക നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സിയാദ് 2020 ഓഗസ്റ്റ് 18 കൊല്ലപ്പെട്ടത്. കോവിഡ് ബാധിച്ച് ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് രാത്രിയിൽ ആഹാരം നൽകി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സിയാദിനെ പ്രദേശത്തെ ഗുണ്ടകൾ കുത്തിക്കൊല്ലുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാനും രണ്ടാം പ്രതിയായ ഷെഫീഖിനും ജീവപര്യന്തം ശിക്ഷയാണ് മാവേലിക്കര സെഷൻസ് കോടതി വിധിച്ചത്. മരണശിക്ഷയിൽ കുറഞ്ഞുള്ള ഒരു ശിക്ഷയും എന്നെയും എൻ്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നതല്ല. സ്കൂൾ തലത്തിലുള്ള കഞ്ചാവ് മറ്റ് വിൽപ്പന മറ്റു കാര്യങ്ങളെ തരത്തിലും ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടുകാരായ ഗുണ്ടകളെ അടുപ്പിക്കാതിരുന്നതൊക്കെയാണ് പ്രധാന കാരണം. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും അതങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. നാലാം പ്രതിയായ ഷാമോന്റെ ശിക്ഷ വിധിച്ചില്ല. കാരണം വിചാരണ സമയത്ത് ഒളിവിൽ പോയ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇയാൾ അറസ്റ്റിലാകുന്ന മുറയ്ക്ക് വിചാരണ തുടരും. കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാവും വാർഡ് കൗൺസിലറുമായ കാവിൽ നിസാമിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. പൊതുസ്വീകാര്യനായ സിയാദിനോട് കൊടും ക്രിമിനലുകളായ പ്രതികൾക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരണയെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിലെ ഒന്നാം പ്രതിയായ വെറ്റ മുജീബ് ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. യാതൊരു സംശയവും വേണ്ട, ഈ കേസിലെ പ്രതി വിചാരണ തടവുകാരനായി കിടന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വിധി വരാൻ കഴിയുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി ഞാൻ. കാരണം സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായ അയാൾ ജയിലിലായിരുന്നു ഈ കേസിൻ്റെ വിചാരണ ഉടനീളം. അതുകൊണ്ട് ധൈര്യമായി സാക്ഷികൾക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി കോടതിയിലൊന്ന് മൊഴി പറയാൻ സാധിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.